ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റിയലൈസേഷൻസ് വീഡിയോസാണ്, അതായത് എൻ്റെ തിരിച്ചറിവുകൾ. ഈ കഴിഞ്ഞ വർഷം എൻ്റെ ലൈഫിൽ നടന്ന കുറേ കാര്യങ്ങൾ വെച്ച് എനിക്കുണ്ടായ ഇൻസിഡൻസിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞ, ഞാൻ ഉൾക്കൊണ്ട എൻ്റെ കുറേ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആ തിരിച്ചറിവിൽ ഫസ്റ്റ് വന്നാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് മാത്രമേ വലുതായിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് വലുതായിരിക്കില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എനിക്ക് എന്താണോ ഉള്ളത്, എന്താണ് ഇല്ലാത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് നമ്മൾ ഈ സന്തോഷങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫിനാൻസും കൂടി വേണം. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്തൊക്കെ ആഗ്രഹിക്കാൻ പറ്റും, എന്തൊക്കെ ആഗ്രഹിക്കാൻ പറ്റില്ല എന്നുള്ള എല്ലാ കാര്യമായ ബോധവും എനിക്കുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും ഞാൻ മറ്റൊരാളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എപ്പോഴും. അതായത് ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാരണം എനിക്ക് വേറെ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ മറ്റുള്ളവരെ എക്സ്പെക്റ്റ് ചെയ്താണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് ഞാൻ പറയാം, എനിക്കിപ്പോൾ ഒരു സർബത്ത് കുടിക്കണം, അതായിരിക്കും എൻ്റെ സന്തോഷം. പക്ഷേ സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു വെള്ളം കുടിക്കുന്നതായിരിക്കും. പക്ഷെ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാനത് എന്തോ വലിയ ചിലവ് പറഞ്ഞ പോലെ ഉള്ള ഫീലിംഗ് ആണെങ്കിൽ എനിക്കത് ചെയ്ത് തന്നില്ലെങ്കിലൊക്കെ നമ്മുടെ ആ ഒരു സന്തോഷം അവിടെ ഇല്ലാതെയാണ്. അപ്പോൾ ഇത് ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കുഞ്ഞു കാര്യങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട എൻ്റേതായ കുറേ കാര്യങ്ങൾ. എനിക്ക് ഈ വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള പലർക്കും അത് ഇഷ്ടമല്ല. ഞാനൊരു 2018 മുതൽ ചോദിക്കുകയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന്. പക്ഷേ അത് എൻ്റെ മാത്രം സന്തോഷമായിരുന്നു, അത് മറ്റുള്ളവർക്ക് വലിയൊരു കാര്യമല്ല. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ 2020 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അതിപ്പോൾ ആരോടും പറയണ്ട, ഞാൻ വീഡിയോസ് എടുക്കുന്നു, പറ്റുന്ന പോലെ ഇടുന്നു. ഞാൻ എൻ്റെ റിസൾട്ടിൽ ഞാൻ ബോധേഡല്ല, പക്ഷേ എൻ്റെ സന്തോഷം എനിക്ക് ചെയ്യണം. അതിലൊന്നായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ. അതേപോലെ എനിക്ക് ക്രാഫ്റ്റ്, സ്റ്റിച്ചിങ്, ബുക്ക് റീഡിങ്, ഗാർഡനിങ്, അങ്ങനെ പല കാര്യങ്ങളും ഇഷ്ടമാണ്. പക്ഷേ അതിൽ ബുക്ക് റീഡിങ്, സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ ചെറുതായിട്ട് ചെയ്തിരുന്നു. അത് കുറച്ചൊക്കെ പാളിപ്പോയി. അതെന്താണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് 2025 റീക്യാപ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഗാർഡനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ റെൻ്റൽ ഹോമിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കത് അതിനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നുമില്ല. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, നമ്മളുടെ സന്തോഷം അത് നമുക്ക് മാത്രം വലുതായിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് അങ്ങനെയായിരിക്കില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്ക് 1,00,000 രൂപയുടെ സന്തോഷം അങ്ങനെയൊന്നും അല്ല എനിക്കുള്ളത്. നമ്മുടെ കുട്ടി സന്തോഷങ്ങളാണ്. എന്തെങ്കിലും ചെറിയൊരു സാധനം വാങ്ങുക, ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഞാനങ്ങനെ കോസ്റ്റ്ലി ഡ്രസ്സൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. ജസ്റ്റ് 300, 400, 500 താഴെ ഉള്ളതൊക്കെ നോക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങാം, അതൊക്കെയാണല്ലോ നമ്മൾ എപ്പോഴും അല്ല, ചിലപ്പോൾ വല്ല കാലത്തും ആയിരിക്കും നമ്മൾ ഈ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടി സന്തോഷങ്ങൾ അത് നമ്മുടെ മാത്രം സന്തോഷമാണെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ, അതും ഈ കഴിഞ്ഞ വർഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ സന്തോഷം എനിക്ക് മാത്രം വലുതാണെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്ത് സന്തോഷം തരും അത് ഞാൻ ചെയ്യാൻ തുടങ്ങി. എൻ്റെ തിരിച്ചറിവിൽ നിന്നും ഞാൻ അതാണ് നേടിയത്. അതായത് എനിക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടമാണ്. യൂട്യൂബ് ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, വേറെ എന്ത് വീഡിയോസ് എനിക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്. ഞാനത് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കടയിൽ പോയി എന്തെങ്കിലും വാങ്ങാനുണ്ടോ, മുന്നേ ഞാൻ ഒരുപാട് പേരോട് അനുവാദം ചോദിച്ച് എല്ലാം അവരുടെയൊക്കെ കേട്ടിട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എനിക്ക് ചെയ്യണോ, ഞാൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വെള്ളം കുടിക്കണോ, ഞാൻ കുടിക്കാൻ തുടങ്ങി. എനിക്ക് ഷേക്ക് കുടിക്കണോ, ഞാൻ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തി. കാരണം നമ്മളെ സന്തോഷിപ്പിക്കാമെന്ന് ഫോർ അതേഴ്സ്, നമ്മളെ മറ്റൊരാൾ സന്തോഷിപ്പിക്കും എന്ന് നമ്മൾ വിചാരിച്ച് മറ്റൊരാളിൽ ഡിപ്പെൻഡ് ഒരിക്കലും ആകരുത്. കാരണം നമ്മുടെ സന്തോഷം നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സന്തോഷം കിട്ടാൻ പോകുന്നില്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ, നമ്മളെന്ന വ്യക്തിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് കിട്ടും. നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് വേണ്ടി അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം വരും. അപ്പോൾ നമ്മളെ സന്തോഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് മാത്രമേ വലുതായിട്ടുണ്ടാവുള്ളൂ. അതാണ് എൻ്റെ ഒന്നാമത്തെ തിരിച്ചറിവ് കേട്ടോ. പിന്നെ എനിക്കുണ്ടായ രണ്ടാമത്തെ കാര്യമാണ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പം ഞാനൊരു 20 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്. എല്ലാ കാര്യവും അനുവാദം ചോദിച്ചു തന്നെയാണ്. ഇപ്പോൾ ഒരു കടയിൽ പോകണമായിക്കോട്ടെ, എനിക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും അനുവാദം ചോദിക്കും. അത് നമ്മൾ പറയണമല്ലോ, പാരൻസിനോടാണെങ്കിലും ഹസ്ബൻഡിനോട് പറയണം. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നാളെ എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് ഒരു ക്ലിപ്പില്ല ഇടാനായിട്ട്, ജസ്റ്റ് 10 രൂപ അതിന് ആവശ്യമുള്ളൂ, അത് വാങ്ങിച്ചോട്ടെ. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് വേണ്ടാന്നായിരിക്കും. ഞാനത് കേട്ടിട്ട് ഞാനത് വേണ്ടാന്ന് വയ്ക്കും. ഞാനങ്ങനെ സർവൈവ് അതായത് സർവൈവ് ചെയ്തൊന്നല്ല അതിനെ പറയേണ്ടത്, അതിനെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയണം. ഞാനങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ട ഉള്ളത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരുടെ എല്ലാവരുടെയും കാര്യം നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കാര്യം മാത്രമൊന്നും നടക്കുന്നില്ല. അതായത് ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. അതായത് ചിലപ്പോൾ എനിക്കൊരു ക്ലിപ്പ് വാങ്ങണം, അല്ലെങ്കിൽ എൻ്റെ ചെരുപ്പ് കുറേ നാളായി പൊട്ടി എനിക്കത് പാകമാകുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പ്രഗ്നൻറ്റ് പീരീഡിലും കൂടിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇടുന്ന ചെരുപ്പ് എനിക്ക് പാകമല്ല. കാരണം നമ്മുടെ കാല് നീര് വെക്കും, അങ്ങനെയുള്ള പല ഇഷ്യൂസും നമുക്ക് ഉണ്ടാകുന്നുണ്ട്, പാകമല്ല. അപ്പോൾ എനിക്കൊരു വേറൊരു ചെരുപ്പ് വാങ്ങണം. അപ്പോൾ പറയണം ഇപ്പോൾ ഒരെണ്ണം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ വേറെ വാങ്ങുന്നത്? പക്ഷേ എനിക്കത് ആവശ്യമാണ്. അപ്പോൾ ഞാനത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കയറാത്ത ഡ്രസ്സ് കുത്തിക്കയറ്റി ഇങ്ങനെ ഇട്ട് നമുക്ക് ടൈറ്റ് അറിയാം. ഇപ്പോൾ പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ വുമൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, നമുക്ക് ടൈറ്റായ ഡ്രസ്സ് ഇടുമ്പോൾ എന്തോരം പ്രയാസം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് നേരം ഇരിക്കേണ്ട ടൈമൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനി എന്തിനെ ഇപ്പം എത്ര നാളായി ഞാൻ എന്തിനെ ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അനുവാദം ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻ കേസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നെ ചെയ്യുക. അനുവാദം ചോദിക്കൽ നിർത്തുക. അത് അനുവാദം ചോദിക്കൽ നിർത്തുകയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം ധിക്കരിച്ച് ചെയ്യണം എന്നല്ല കേട്ടോ. അതായത് ഇപ്പോൾ എന്നോട് പറയുകയാണ് നീ ക്ലിപ്പ് വാങ്ങാൻ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതേസമയം ഞാൻ ക്ലിപ്പ് വാങ്ങാൻ പോയി ഒരു ക്ലിപ്പ് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരൊന്നും പറയില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അനുവാദം ചോദിക്കൽ നിർത്താമെന്നുള്ളത്. ഓക്കെ, ഞാനീ പറയുന്നത് എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയുന്നു വലിയ കാര്യങ്ങളിലോട്ടല്ല ഞാൻ പോകുന്നത്, ചെറിയ ചെറിയ നമ്മുടെ സന്തോഷവും കൂടിയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്കേ പറ്റുള്ളൂ. അതിലും കൂടി പെട്ടതാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അനുവാദം ചോദിക്കാതിരിക്കുക. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പോൾ എനിക്ക് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഓക്കെ, നമുക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. എനിക്കത് ഹാപ്പിനെസ് തരും. മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇടുക, ഞാൻ എന്നെ തന്നെ ഒന്ന് കെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമാണ്. അത് 10 പേരുടെ അനുവാദം ചോദിച്ചിട്ട് ചെയ്യാൻ നിന്ന് ഇവരാരും പറയണേ അയ്യേ എന്തിനാണെന്ന് ചോദിക്കുന്നു. അവർക്കത് താല്പര്യമില്ലായിരിക്കും, പക്ഷെ നമുക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അനുവാദം ചോദിക്കാറ്. നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് എന്താണോ പറ്റുന്നത്, നമുക്കുള്ള ഫിനാൻസ് എന്താണോ അതിൽ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അനുവാദം ചോദിക്കുക. അതായത് എനിക്ക് കൂടുതലും എൻ്റെ ചുറ്റുപാടുള്ളവർ കൂടുതൽ എല്ലാ കാര്യത്തിലും നോയെ പറയാറുള്ളൂ എന്നോട്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇപ്പോൾ എനിക്ക് 27 ഏജായി, ഇപ്പോഴും എന്നോട് എല്ലാം നോ പറഞ്ഞ് എന്നെ ഒന്നിനും അനുവദിക്കാതെ എത്ര നാളിനി ഞാനിങ്ങനെ ഫ്രസ്ട്രേറ്റഡായിട്ട് പോകും. സോ ഞാൻ അനുവാദം ചോദിക്കൽ നിർത്തി. എനിക്കിപ്പോൾ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങും. ചിലപ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും അറിയുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫിനാൻഷ്യലായിട്ട് യാതൊരു ഇൻകവും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യത്തിൽ നിന്ന് എനിക്ക് എന്ത് വാങ്ങണോ അത് ഞാൻ വാങ്ങും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓക്കെ, ഇനി 3ാമത്തെ കാര്യമാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബോധിപ്പിക്കാതിരിക്കുക. ഓ മൈ ഗോഡ്, ഇതാണ് എനിക്ക് കുറേ പറയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് ഞാൻ എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാനത് ശരിയാണെന്ന് വർത്തിക്കാനും അത് എന്താണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തും അവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതാക്കി പറയുമായിരുന്നു. പക്ഷേ ഐ റിയലൈസ് ദാറ്റ് എന്തിനു വേണ്ടിയിട്ട് എല്ലാവരും ബോധിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഞാൻ ഈ 2025 നിർത്തി, റിയലൈസ് ചെയ്തു, ഞാൻ ആ ബോധിപ്പിക്കൽ നിർത്തി. കാരണം ഇപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ്, ഇപ്പം ഞാൻ 10 രൂപ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ല, പക്ഷെ അവർക്ക് നമ്മളെ കളിയാക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ പിന്നെ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർക്ക് ഇഷ്ടം നമ്മളെ കള്ളിയെന്ന് വിളിക്കാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളത് എടുത്തിട്ടില്ല, നമ്മളതിൽ തെളിവുകൾ വരെ നിരത്തി നമ്മളെല്ലാം കാണിച്ചു കൊടുത്താലും അവർക്ക് എന്താണോ ഇഷ്ടം അവർ നമ്മളെ
പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര തലകുത്തി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എല്ലാവരും ബോധിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ആ ബോധിപ്പിക്കൽ നിർത്തി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫൈറ്റ് ചെയ്യുമായിരുന്നു എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ നീ അല്ലേ ചെയ്ത്, നീ ഉണ്ടായിരുന്നില്ലേ, നീ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയാൻ വേണ്ടി വരും, പക്ഷെ ഐ കീപ് സൈലൻസ്. മിണ്ടാതിരിക്കുന്നത് എനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. മിണ്ടാതിരിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു സമാധാനമാണ്. അപ്പോൾ അതെനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനപ്പോൾ മിണ്ടാതിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബോധിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ പിന്നെ ഫാമിലിയിൽ ചിലപ്പം 100 150 ചുറ്റും ഒരുപാട് പേരുണ്ടാവും. നമ്മൾ നിൽക്കുന്ന വീട്ടിൽ ഇഷ്ടമാതിരി പേരുണ്ടാവും. നമ്മുടെ അയൽവക്കത്തും ഇഷ്ടമാതിരി പേരുണ്ടാവും. നമുക്കിങ്ങനെ എല്ലാവരെയും ബോധിപ്പിച്ച് എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിച്ച് എല്ലാവരെ കൊണ്ടും ഇഷ്ടപ്പെടിപ്പിച്ച് ഒരിക്കലും ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ കാണുമ്പോൾ ചിലർ അവൾ അഹങ്കാരി ചാട, മറ്റേ ആൾക്കാർക്ക് ഉത്തരം പറയുന്നവൾ, അങ്ങനെയൊക്കെ പറയാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വിട്ട് കൊടുക്കുക. അവരങ്ങനെ പറഞ്ഞോട്ടെ. നമ്മളറിയാം നമ്മളെന്ത് ചെയ്തു, നമ്മളെന്ത് ചെയ്തില്ല, നമ്മളെന്ത് കാണിച്ചു, നമ്മളെന്ത് കാണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്തതിന് ശേഷം, മുന്നേ ഞാനിങ്ങനെ ഫൈറ്റ് ചെയ്യുമായിരുന്നു. എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ളവരോട് ഞാൻ ഫൈറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അത് നിർത്തി. എന്നാരും എന്നെ മനസ്സിലാക്കണ്ട, പറ്റും എന്നുള്ളൊരു മനസ്സിലാക്കിയാൽ മതി. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ദൈവം ഉണ്ടാവും, ചില കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ നമുക്ക് ആരെയും ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. അത് മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ബോധിപ്പിക്കാനായിട്ട് നമ്മളെടുക്കുന്ന എഫേർട്ടിൽ നമ്മൾ പലപ്പോഴും തോറ്റ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുള്ളൂ. അപ്പോൾ അത് നിർത്താം. നമുക്ക് എന്താണ് സമാധാനം കിട്ടുന്നത്, നമ്മളത് ചെയ്യുക. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായാൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, നമ്മളിപ്പോൾ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്താലും ഏതൊരു വ്യക്തിക്കും ഒരു മനസ്സാക്ഷി കുത്തുണ്ടാവും, ഇല്ലേ? എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാത്തൊരു കാര്യം പിന്നെ ഞാനങ്ങനെ ചെയ്ത കാര്യം ഞാൻ ചെയ്തെന്ന് പറയും, ചെയ്യാത്ത കാര്യം ഞാൻ സമ്മതിച്ചു കൊടുക്കുകയുമില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മൗനമായിട്ട് ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മളതിന് പ്രായശ്ചിത്തം ചെയ്യുക. ഇപ്പം തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടാവില്ല. തെറ്റ് പറ്റിയാൽ പ്രായശ്ചിത്തം ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഇനി അതല്ല, നമ്മൾ തെറ്റ് ചെയ്യാത്തതിന് നമ്മൾ ആരെങ്കിലും ബ്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുക. മനസ്സിലാക്കാൻ ശ്രമിക്കുക, സമാധാനത്തിനൊന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, വിട്ട് കളയുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ആരെയും ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ നാലാമത്തെ കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവരും പറയുന്നൊരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകുക, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുക എന്ന് പറയുന്നൊരു കാര്യം. ഇപ്പോൾ ഞാൻ 27 years ഓഫ് ഏജാണ് എനിക്കുള്ളത്. ഞാൻ ഇതുവരെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. എനിക്ക് ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അച്ഛനമ്മ എന്തെങ്കിലും തരുന്നതോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതോ, ഇപ്പോൾ പിള്ളേരാരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോൾ മിഠായി വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമല്ലോ, അതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും, എനിക്ക് പിള്ളേർക്ക് ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അതല്ല, എൻ്റെതായ ചെറിയ ഈ പറഞ്ഞ പോലുള്ള കുഞ്ഞു ആഗ്രഹങ്ങൾ, അതുകൊണ്ട് നടത്താൻ പറ്റിയ കുഞ്ഞു ആഗ്രഹങ്ങൾ ഞാൻ അങ്ങനെയാണ് നടത്തുന്നത്. പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്താണ്, അല്ലെങ്കിൽ ഫിനാൻസായിട്ട് എന്തെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതായത് പിള്ളേർ ജനിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി. കാരണം എൻ്റെതായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഫണ്ട് കിട്ടാറില്ല. ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിള്ളേരുടെ കാര്യം നടക്കും, ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നടക്കും, പക്ഷേ എൻ്റെ കാര്യം മാത്രം നടക്കാതെ ഞാനിങ്ങനെ അഡ്ജസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിനാൻസ്, ഒരു ഇൻകം വേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്നെ ഭയങ്കരമായിട്ട് അറിയിച്ചൊരു വർഷമാണ് 2025 എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ഫിനാൻഷ്യലി നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതിപ്പോൾ ഒരു ആണായാലും പെണ്ണായാലും നമുക്കൊരു ഇൻകം ആയതിനു ശേഷം മാത്രമേ എല്ലാവരും പറയും കല്യാണം കഴിക്കാമെന്നല്ലേ. അപ്പോൾ പക്ഷേ അത് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എനിക്കും അത് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് ആഫ്റ്റർ കുട്ടികളുണ്ടായതിന് ശേഷമൊക്കെയാണ് എനിക്കത് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ അതായത് നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എല്ലാവരും പറയും ചില പ്രായത്തിലൊക്കെ ഉപദേശത്തൊന്നും കാര്യമില്ല. ശരിയാണ്, നമുക്ക് മറ്റുള്ളവരെ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കും എപ്പോൾ നമുക്ക് അനുഭവം വരുമ്പോൾ, നമുക്ക് കാശിന് ആവശ്യം വരുമ്പോൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ
നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്ക് എന്തെങ്കിലും ഒരു പാടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള ആളോട് ചോദിക്കുകയാണ് എനിക്ക് ഇത്ര രൂപ വേണം കൊടുക്കാൻ, പക്ഷേ നമുക്കത് കിട്ടിയില്ലെങ്കിലോ? പക്ഷെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അവിടെയാണ് ആ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, നമുക്ക് ഫിനാൻഷ്യൽ ഇൻകം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരും പിള്ളേരായിട്ടുള്ളവരും കോളേജിൽ പഠിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഇൻകം ആയതിന് ശേഷം മാത്രം, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക. കല്യാണം മാത്രമല്ല, എല്ലാം നമുക്കൊരു ആഗ്രഹം നടക്കണം എന്നുണ്ടെങ്കിൽ, അതൊരു 10 രൂപയുടെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ കാശ് വേണം. കാശിന് കാശ് തന്നെ വേണം. കാശുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും നടക്കുള്ളൂ. കാശില്ലാതെ ഒരു കാര്യവും ഒരു ആഗ്രഹവും ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്താണ്, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ്, ഇൻകം വേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ ഒരുപാട് ഞാൻ ഈ 2025 മനസ്സിലാക്കി. സ്റ്റിച്ചിങ് പഠിക്കാം. അപ്പോൾ പകുതിയാകുമ്പോൾ നന്നായിട്ട് എനിക്കതിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ പകുതിയായിട്ട് നന്നായിട്ട് ഞാൻ തയ്ക്കുന്നതെന്ന് മനസ്സിലാക്കി ഓരോന്ന് ഇടുമ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ തയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലിരുന്നൊരു ചെറിയ വരുമാനം, എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നടത്താനുള്ളൊരു വരുമാനം എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു തിങ്കിങ് എനിക്കുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് എൻ്റെ റീക്യാപ്പ് വീഡിയോ 2025 കാണാത്തവർ അത് പോയി കാണണം കേട്ടോ, എന്നാലേ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതുവരെ ഫിനാൻഷ്യലായിട്ടൊരു ഇൻകം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുറേ ആഗ്രഹങ്ങൾ നടക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മെറ്റേണിറ്റി ഷൂട്ട് എടുക്കാമെന്നുള്ളത്. അത് രാമനായിരുന്നപ്പോഴും എൻ്റെ ഫസ്റ്റ് ചൈൽഡ് ആയിരുന്നപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സെക്കൻഡ് ആയിരുന്നപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സെക്കൻഡ് ആയിരുന്നപ്പോൾ ഷൂട്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് വരെ എടുത്തു. പക്ഷെ എന്നിട്ടും എനിക്ക് ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര വലിയ ഇതൊന്നുമല്ല, നമുക്കൊരു 3000 ഒരു ബഡ്ജറ്റിലേക്ക് എടുത്തു തരാൻ പറ്റുന്ന, അതിലും താഴെ എടുത്തു തരാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ അതുപോലും ചിലവാക്കി എടുക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല. അപ്പോൾ നമുക്ക് ആ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വുമൺ എപ്പോഴെപ്പോഴും പ്രഗ്നൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നവരല്ല, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരല്ല. അവരുടെ ഒരു ആഗ്രഹം ആ ഒരു പീരീഡിൽ മാത്രമുള്ളതാണ്. അത് അപ്പം നടക്കണം. അപ്പം നടക്കാണ്ട് ഈ കാശുണ്ടാവുമ്പോൾ നടത്താനായിട്ട് നമുക്കിത് അപ്പം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്തും ഇപ്പം എനിക്ക് എന്താ പറയുക, എൻ്റെ ഡ്യൂ ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഇങ്ങനത്തൊരു മൊമെൻ്റ് എൻ്റെ ലൈഫിൽ ഇല്ല. പക്ഷേ എനിക്കതിൽ വിഷമമില്ല. കാരണം എനിക്കറിയാം എനിക്ക് ഫിനാൻസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനത് അക്സെപ്റ്റഡ് ആണ്. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് വഴിയേ വരും കേട്ടോ. അതായത് എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണിൽ എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ മെമ്മറിക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ആ വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുപാട് ഇല്ലാത്തതിന്, ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കാത്തതിന് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ജോലി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇൻകം ആക്കിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി സന്തോഷമായിട്ടിരിക്കുക. കുട്ടികളൊക്കെ ആലോചിക്കുന്നവർ ഉറപ്പായിട്ടും വുമണും ഒരു ഇൻകം വേണം. അതായത് പാർട്ട്ണറിന്, അതായത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്ക് ഒരു ഇൻകം ആയിട്ട് വേണം നമ്മൾ എന്താ പറയുക എല്ലാത്തിനും മുതിരാൻ. അല്ലാതെ എപ്പോഴും കൈനീട്ട എന്ന് പറയുന്നത് അത് നല്ലൊരു സുഖമുള്ളൊരു കാര്യം അല്ല. ഓക്കെ. അപ്പോൾ 5ാമത്തെ കാര്യമാണ് വിശ്വാസവഞ്ചന. ഓ മൈ ഗോഡ്. വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിച്ച് ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കാര്യം പറഞ്ഞ് നമ്മളെ ബ്ലെയിം ചെയ്യാം. അതാണ് വിശ്വാസവഞ്ചന. ഞാൻ അങ്ങനെ വിശ്വസിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള, എനിക്ക് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ അതെന്നെ തിരിച്ചടിച്ച ഒരു വർഷം കൂടിയായിരുന്നു 2025 എന്ന് പറയുന്നത്. അതോടെ ഞാൻ ആ പരിപാടി നിർത്തി. എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് 10 പേരോട് പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളോട് പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ വെക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, പിന്നെ ഞാനിനി എന്തിനാ ആൾക്കാരോട് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മളെ തിരിച്ചടിക്കണം. ആ തിരിച്ചടിയാണെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇല്ല. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ നിന്നും ആ ഒരു വിശ്വാസവഞ്ചന നേരിട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. ഇൻ കേസ് പണ്ട്, അതായത് എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇപ്പം എന്തെങ്കിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ
ഒരുപാട് ടെൻഷൻ ഉണ്ട്, മെൻ്റലി ഭയങ്കര ഇതാണെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, എഴുതും. ബുക്കിൽ എഴുതിയിട്ട് അത് കളയും. ആരും കാണണ്ട എൻ്റെ കാര്യമല്ലേ. ഞാനങ്ങനെ എല്ലാം അങ്ങനെ പാരൻസിനോട് ഷെയർ ചെയ്യുന്നൊരു ആളായിരുന്നില്ല, കുറച്ച് ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ എന്തെങ്കിലും ഭയങ്കര പ്രഷറോ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എഴുതും, ബുക്കിൽ എഴുതും, അത് ഞാനത് കീറിക്കളയും. അപ്പോൾ അതാരും അറിയുന്നില്ല, എൻ്റെ പ്രഷർ അപ്പോൾ കുറയും. അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ഒന്നില്ലെങ്കിൽ എനിക്ക് ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അത് വഴിക്ക് പോകുമ്പോൾ എനിക്ക് ആ ഒരു മെൻ്റൽ പ്രഷറും കാര്യങ്ങളും തോന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ എനിക്കങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നോക്കും. ഇൻ കേസ് ഇപ്പോൾ എനിക്ക് ഒരാളോട് പറഞ്ഞേ പറ്റൂ, അതായത് ഈ കാര്യം ചിലപ്പോൾ ചില കാര്യങ്ങളുണ്ടാവും അത് ഒരാളും കൂടി അറിയണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നൊരു മെത്തേഡ്, ഇപ്പോൾ ABC എന്നൊരാൾക്കാരുണ്ടെന്ന് വിചാരിക്കും, ഞാനാണ് C അതറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ B എന്നുള്ള ഒരാൾ ഞാൻ ചൂസ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ ദൂരെ ആയിരിക്കും. അതായത് ഈ C എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഒരിക്കലും കാണുകയോ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം C ഒരു മരണം വരെ അറിയാൻ പോണില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാളോട് ചിലപ്പോൾ ഞാൻ പറയും. അല്ലാതെ ഒരാളോടും ഇനി ഒരു കാര്യവും ഞാൻ പറയില്ല. കാരണം ആ ഒരു എൻ്റെ വിശ്വാസത്തെ എന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു, എന്നെ വിശ്വാസവഞ്ചന എനിക്ക് നേരിട്ടു. അപ്പോൾ ഞാൻ അത് റിയലൈസ് ചെയ്തു ഈ വർഷം. അപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ എനിക്ക് പറയാതിരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടും ആ മനക്കെട്ടി ഉള്ളതുകൊണ്ടും ഞാൻ അതാണ് കൂടുതലും ചൂസ് ചെയ്യുക. സോ നമ്മളിൽ തന്നെ അതിരുന്നോട്ടെ, ഹാപ്പി ആയിട്ടിരിക്കാം. ഇനി 6ാമത്തെ കാര്യമാണ് ഞാൻ ചില ആൾക്കാരെ തിരിച്ചറിഞ്ഞു എന്നുള്ളത്. ചില ആൾക്കാരെ തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ കാരണം ഞാനങ്ങനെ ആരെയും വേർതിരിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പം എൻ്റെ ആൾക്കാർ, നിൻ്റെ ആൾക്കാർ, അമ്മയുടെ ആൾക്കാർ, അച്ഛൻ്റെ ആൾക്കാർ, ഹസ്ബൻഡിൻ്റെ ആൾക്കാർ, ചേട്ടൻ്റെ ആൾക്കാർ, ചേച്ചിയുടെ ആൾക്കാർ, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൾക്കാരെല്ലാം എൻ്റെ ആൾക്കാരോ പോകുന്നു വരുന്നു ആ ഒരു രീതി മാത്രമേ ഇത്രയും നാളും ഞാൻ ഈ 2025 ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന വരെ ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. പക്ഷേ വലിയൊരു പ്രശ്നം എൻ്റെ ലൈഫിൽ ഉണ്ടായപ്പോൾ കാര്യം മനസ്സിലാക്കാതെ എന്നെ കുറ്റപ്പെടുത്തി. അപ്പം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണെന്ന് വിചാരിച്ച ആൾക്കാർ വരെ കാര്യം അറിയാണ്ട് അങ്ങോട്ട് നല്ല നൈസായിട്ട് തന്നെ തേച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നാളും വിശ്വസിച്ചതെല്ലാം ഒന്നും ഞാൻ വിചാരിച്ചത് പോലെ എല്ലാ ആൾക്കാർ, അതായത് എൻ്റെ ആൾക്കാർ മാത്രമേ എന്നെ എൻ്റെ ആയിട്ടും മറ്റുള്ള ആൾക്കാരായിട്ടും അവരുടെ ആൾക്കാരെ മാത്രമേ പൊക്കി പിടിക്കുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലായത് ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ന്യായമാരുടെ ഭാഗത്താണ്, എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് അയാളോട് സംസാരിക്കും, നീ ഇപ്പം അങ്ങനെ ചെയ്തില്ലാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അതിപ്പോൾ മുഖത്ത് നോക്കാതെ ആരും ആയിക്കോട്ടെ. ഇപ്പോൾ എനിക്കൊരു ബ്രദറുണ്ട്. എൻ്റെ ബ്രദർ മാരീഡ് അല്ല കേട്ടോ. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ എൻ്റെ ബ്രദർ കല്യാണം കഴിച്ചിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 പേരെയും വേണം. അതായത് എൻ്റെ ബ്രദറിനെയും വേണം, ബ്രദർ കല്യാണം കഴിച്ച പെൺകുട്ടിയെയും വേണം. അതിൽ 2 പേരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നമാണ് ഇപ്പോൾ നമ്മളോട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് കേട്ടിട്ട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയണം, താൻ അങ്ങനെ ചെയ്തുകൊണ്ടല്ലോ ഒരു പെൺകുട്ടിക്ക് ഇതാണ് വേണ്ടത്, ഞാനൊരു സ്ത്രീയാണ്, അപ്പോൾ ഒരു പെൺകുട്ടി ഇന്നതാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യേണ്ടിരുന്നത്. അല്ലാതെ ഞാൻ ചെന്നിട്ട് എൻ്റെ ആങ്ങളെ എന്ത് തെറ്റ് ചെയ്താലും അയാളുടെ കൂടെ ഞാൻ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആങ്ങളേനെ പിടിച്ച് പൊക്കുകയല്ല വേണ്ടത്. ആ അപ്പുറത്തെ ഭാഗത്തെ ആളുടെ എന്താണ് പറയാനുള്ളതെന്നും കൂടി കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ചില ആൾക്കാർ അങ്ങനെ എനിക്ക് മനസ്സിലായി. ചില ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും തെറ്റാരുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും എന്നെ മാത്രം ബ്ലെയിം ചെയ്തു. അത് സ്ത്രീകളാണ് കൂടുതൽ, സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞവരും എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. അവർ വരെ എന്നെ കുറ്റം പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ചില ആൾക്കാരെ ഞാൻ അങ്ങനെ തിരിച്ചറിഞ്ഞു പ്രശ്നങ്ങളിലൂടെ. അപ്പോൾ അത് വലിയൊരു തിരിച്ചറിവായിരുന്നു എനിക്ക് 2025. അപ്പോൾ ഞാൻ കണ്ടാൽ എല്ലാവരോടും മിണ്ടും, ഓക്കെയാണ്, അതാണ്. പക്ഷേ എന്നോട് നമ്മൾ ആ മനസ്സിലാക്കിയല്ലോ, ഇനി നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നമ്മൾ ചാൻസ് കൊടുക്കരുത്. അത് ഞാൻ തീരുമാനിച്ചു ഈ 2025. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2025 ഈ ഒരു 6 റിയലൈസേഷൻസാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായത്.
ഇതേപോലെ ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ടായ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ അതുമായി മുന്നോട്ട് എന്താ പറയുക പ്ലാൻ ചെയ്ത് നൈസായിട്ട് ഹാപ്പി ആയിട്ട് പോകാമെന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവരുടെയും ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാവരുടെയും ലൈഫിൽ സന്തോഷം ഉണ്ടാവും, പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും ലൈഫ് എന്ന് പറയുന്നത് അതാണല്ലോ, എപ്പോഴും സന്തോഷിച്ച് ഇങ്ങനെ പോകാൻ ആർക്കും പറ്റില്ല. അപ്പോൾ എന്താ പറയുക എല്ലാം ഉൾക്കൊണ്ട് അതൊക്കെ നേരിട്ട് എന്താ പറയുക മുന്നോട്ട് പോകാമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ റിയലൈസേഷൻസ് പലർക്കും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 2025 റിയലൈസേഷൻസ് ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന 2026 എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.